ചേട്ടാ പറയും ഇതിന് ലാസ്റ്റ് ഫുഡ് കൊടുത്താൽ മതി. ഇത് അങ്ങനെ വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാത്ത പാവം ഒരു സ്റ്റാൻഡേർഡ് തലയാണ്, അതവിടെ വെക്കും. കഴിക്ക് ചേട്ടാ ഓക്കെ പറഞ്ഞു. ഗുലാൻ ഹായ് ബിന്ദു അമ്മേ എപ്പോൾ വന്നു ചോദിക്കുന്നു. ഇന്ന് താമസിച്ചാണ് പക്ഷേ ലൈവ് ഇട്ടത് 9:30. ഇനിയിപ്പോൾ എന്നും ഈ സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ. ഗുലാൻ 16 ഓക്കെ താങ്ക് യു. ധന്യ ഗുലാനേ വിളിക്കുന്നുണ്ട്. ഗുലാനെ കഴിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷം? ആ സ്റ്റാൻഡേർഡുള്ള തല ഇവിടെ കാണണേ. തുമ്പീനെ രാവിലെ പോയി പിടിക്കുക. തുമ്പീനെ പിടിക്കുന്നത് എങ്ങനെയാ? ഈ അയിമുപ്പച്ചയുടെ ഇങ്ങനെ ഇങ്ങനെ ത്രികോണം പോലെ മടക്കി ഇങ്ങനെ വെച്ചിട്ട് നിറച്ച് ഈ പിന്നെ എട്ടുകാലിയുടെ പശയുള്ള എട്ടുകാലിയുടെ വല ഇങ്ങനെ ഇട്ട് വീശി 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 വല പോലെയാക്കും. എന്നിട്ട് ഇങ്ങനെ ഈ മഞ്ഞുവെള്ളം കൊണ്ട് ദൈവം എന്തൊരു കഷ്ടമാണെന്ന് ഞാൻ ഓർക്കണേ. ഈ മഞ്ഞുവെള്ളം കൊണ്ട് പറ്റിയിരിക്കുന്ന തുമ്പിയില്ല, പറക്കാൻ പറ്റില്ല അതുങ്ങൾക്ക് ഈ മഞ്ഞുകാലത്ത്. ഒരു വെയിലായി കഴിഞ്ഞാൽ അതുങ്ങളുടെ ചിറകിലെ വെള്ളം ഉണങ്ങുള്ളൂ. അപ്പം ചെന്നിട്ട് ഇങ്ങനെ അങ്ങ് പതിപ്പിക്കും. അത് വെച്ചിട്ട് പതിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പശയിലേക്ക് ഈ തുമ്പി അങ്ങ് ഒട്ടിക്കഴിയുമ്പോൾ അതിനെ പിടിച്ചിട്ട് വാലയിൽ നൂല് കെട്ടിയിട്ട് പറത്തി വിടും. എന്ത് ഉത്തരവാദിത്തമുള്ള പണിയായിരുന്നറിയാം. വെളുപ്പിന് എഴുന്നേറ്റിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു അതൊക്കെ. ധന്യ ഗുലാനെ വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചെറുപ്പകാലം ഭയങ്കര രസമായിരുന്നു, ഇങ്ങനെ കളികളും ചിരികളൊക്കെ ആയിട്ട്. അതുപോലെ സ്കൂൾ അടച്ചു കഴിയുമ്പോഴത്തേക്കും പാടത്ത് എല്ലാ ദുഷ്ടത്തരം ചെയ്തു അല്ലേ എന്ന് പറയുന്നത് സത്യം. ഞാൻ ദുഷ്ടത്തരത്തിന് നിൽക്കില്ല, പക്ഷെ എല്ലാത്തിനും പങ്കുചേരും. അവൻ കൂടിയില്ലെങ്കിൽ അവൻ എന്നെ തല്ലിക്കൊല്ലും. പിന്നെ ഞാൻ എന്നാ ചെയ്യുന്നത്? എന്നെ ഇത് കൂട്ടിന് കൊണ്ടുപോകും. ഈ തെറ്റാലിയും കൊണ്ട് ഇങ്ങനെ ഇവന് ഒരു ഉന്നവും ഇല്ലാത്ത ഇവനായിരുന്നു ഈ ആങ്ങള. എന്നിട്ട് ഇവൻ പറയണത് ഇവന് ഭയങ്കര ഉന്നമാണെന്നും പറഞ്ഞിട്ട് ഇവൻ എന്നാ ചെയ്യുന്നറിയാം, തെറ്റാലിയും കൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഈ കുഞ്ഞു കല്ലൊക്കെ പിടിച്ച് ഞാനിങ്ങനെ പറയും. ഞാൻ ഇവൻ്റെ അസിസ്റ്റൻ്റാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇതെല്ലാം പിടിച്ചിട്ട് ഇവരിങ്ങനെ പോകും. അപ്പോൾ നിറച്ച് കൊടിത്തോട്ട് ഒരാന നിന്നാൽ അറിയില്ലാത്ത വലിയ കൊടികളാണ് നമ്മുടെ പറമ്പ് നിറച്ച്. അപ്പോൾ ഈ കൊടിത്തോട്ട് ഈ അടയ്ക്കാക്കിളി ഇല്ലേ, അടയ്ക്കാക്കിളി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ ഒന്നും അതിനെ കാണാൻ പോലും ഇല്ല കേട്ടോ. ഈ അടയ്ക്കാക്കിളി എന്ന് പറഞ്ഞാൽ ഇത്ര ഉരുണ്ടിട്ട് ഒരു വെളുത്ത കളറുള്ള ഒരാങ്ങളെ ഉള്ളോ അമ്മയോ? അയ്യോ ഒരെണ്ണം മതിയായിരുന്നല്ല എൻ്റെ പൊന്നോ. എന്നിട്ട് ഇവൻ ഭയങ്കര വില്ലൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ അങ്ങ് അടിമയാക്കി വെച്ചേക്കായിരുന്നു. ഇവൻ്റെ ബാക്കി പറക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ബാക്കി പത്രമായിരുന്നു ഞാൻ. എന്നിട്ട് പിന്നെ ചേച്ചി ഞാൻ ഇടുക്കിയിൽ വന്നിട്ട് എൻ്റെ അനിയൻ ഇടുക്കി ഡാമിൻ്റെ സെക്രട്ടറിയോ ഇടുക്കി ഡാമിൻ്റെ അടയ്ക്കാക്കിളി ഇവിടെ ഉണ്ട്. ആ അടയ്ക്കാക്കിളി ഒരു വെള്ള കളറുള്ള ഓർക്കുന്നുണ്ട്, ഒരു വെള്ള കളർ എന്നിട്ട് ഉരുണ്ടിരിക്കണേ കൂട്ടും ഒരു തരം കിളി. എന്നിട്ട് എൻ്റെ ദൈവമേ ആ സമയത്ത് എന്ത് ചെയ്യുന്നവരെ, ഇതുങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ പക്ഷികൾ ഇങ്ങനെ കൊടിയുടെ ഇടയ്ക്കോടെ ഇങ്ങനെ ഇച്ചിരി പറക്കും കുഞ്ഞുങ്ങൾ സഹിതം. എന്നാണെങ്കിൽ ഇവന് ഉന്നം ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു അതുങ്ങളൊക്കെ. എന്നിട്ട് ഇവനിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞിട്ട് റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലാണ് കല്ലിരിക്കുന്നത്. ഒരു തോല് പോലത്തെ ഒരു സാധനം കൂടി ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കോടെ ഈ കല്ലങ്ങ് പോകണം. എവിടെ വല്ലതും കൊള്ളുവോ? ആ പക്ഷിക്കിട്ട് കൊള്ളുവോ ഇല്ല. വഴക്ക് ഞാൻ കേൾക്കണം. നീ കൃത്യസമയത്ത് കരികിര ചവിട്ടിയത് കൊണ്ടാണ് അത് കൊള്ളാഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും. എൻ്റെ പൊന്നോ, ചെറുക്കൻ്റെ കാര്യം പറഞ്ഞാൽ. ഇടുക്കി ഡാമിൻ്റെ സെക്രട്ടറിയോ? ഇടുക്കി ഡാമിന് അങ്ങനെ ഒരു സെക്രട്ടറി ഉണ്ടോ? നന്ദകുമാര, എന്താ നന്ദകുമാരായി പറയണേ? ഇടുക്കി ഡാമിന് സെക്രട്ടറി ഉള്ളതായിട്ട് എനിക്കിതുവരെ അറിയത്തില്ലായിരുന്നു. നന്ദൻ ഇപ്പം എന്ത് പറഞ്ഞാലും എനിക്ക് ചിരി വരും നന്ദകുമാര. അത് കളിയാക്കുന്നല്ല കേട്ടോ, അത് ആ ഒരു കോമഡി സ്റ്റൈലിലേക്കായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? നന്ദ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് നമ്മുടെ നന്ദകുമാരൻ. അവിടെ എന്തായിരുന്നു, എന്തെങ്കിലും ജോലി ആയിരുന്നായിരിക്കാം. ഞാൻ പൊക്കോട്ടെ പിള്ളേരെ. ധന്യക്കുട്ടി അമ്മ പോട്ടെ, സമയം ഒരുപാടായി. നന്ദകുമാര പൊക്കോട്ടെ.